ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അപ്പോൾ തന്നെ വധിക്കുമായിരുന്നു എന്നുള്ളൊരു വീമ്പ് പറച്ചിലാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തുന്നത്. കയ്യിൽ കിട്ടാത്തത് കൊണ്ടാണ് ഞങ്ങൾ കൊല്ലാഞ്ഞത്. അപ്പം കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ വധിച്ചേനെ, ഞങ്ങൾ അതിനു വേണ്ടി തിരഞ്ഞിരുന്നു, പക്ഷേ ആളെവിടാണെന്നുള്ള കണ്ടെത്താനായില്ല എന്നുള്ള ഒരു പുതിയ പ്രഹസനവുമായിട്ടാണ് ഇസ്രായേൽ എത്തിയിരിക്കുന്നത്. ഇറാനുമായുള്ള യുദ്ധത്തിനിടെ ഇറാൻ്റെ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമേനിയെ വധിക്കാൻ ഇസ്രായേൽ പദ്ധതിയിട്ടിരുന്നു. എന്നാൽ ആ പദ്ധതിയിൽ അത് നേരെ പാളിച്ച സംഭവിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വധിക്കാൻ കഴിഞ്ഞില്ല. ഖമേനിയ ഇപ്പോഴും ഒളിവിലാണ് എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. ഇതിപ്പോൾ ഈ ഒരു വെളിപ്പെടുത്തലുമായിട്ട് വന്നിരിക്കുന്ന പ്രതിരോധ മന്ത്രി, ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രി കാറ്റ്സ് ആണ്. എന്നാൽ ഈ ഖമേനിയെ വധിക്കാനുള്ള അവസരങ്ങൾ പലപ്പോഴായിട്ട് പല രീതിയിൽ തങ്ങൾ ശ്രമിച്ചിരുന്നുവെന്നും എന്നാൽ ആ അവസരം ലഭിച്ചില്ല എന്നുള്ളതുമാണ് ഇദ്ദേഹം പറയുന്നത്. ഒരു ടെലിവിഷൻ ചാനലിൻ്റെ അഭിമുഖത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലുമായിട്ട് ഇസ്രായേൽ രംഗത്തെത്തിയിരിക്കുന്നത്. ഖമേനിയ തങ്ങളുടെ മുന്നിൽ കിട്ടിയിരുന്നുവെങ്കിൽ ഉറപ്പായും വധിക്കുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ. ഖമേനിക്കായി ഇസ്രായേൽ സൈന്യം ഒരുപാട് തിരഞ്ഞു എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്ന പല റിപ്പോർട്ടുകളിലൂടെയും കാണാൻ സാധിച്ചത്. കാരണം അന്ന് പറഞ്ഞിരുന്നു, ട്രംപ് ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരുന്നു ഖമേനിയെ വധിക്കും എന്നുള്ളത്. ഒരു പക്ഷേ അദ്ദേഹം അതറിഞ്ഞതുകൊണ്ട് തന്നെയായിരിക്കാം മാറി നിൽക്കുന്നത്, ഏതെങ്കിലും ഒളിത്താവളങ്ങളിലായിരിക്കാം. ഇസ്രായേൽ രഹസ്യാന്വേഷണത്തിന് ഖമേനിയെ കണ്ടെത്താൻ സാധിക്കാഞ്ഞതിലാണ് അത് കഴിയാതെ പോയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഖമേനിയ എവിടെയുണ്ടെന്ന് അറിയാമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഇതിനിടെ ട്രംപ് വീമ്പ് പറഞ്ഞിരുന്നു. എന്നാൽ പിന്നെ അങ്ങ് വധിച്ചുകൂടായിരുന്നു? കുറേ വീമ്പ് പറച്ചിൽ മാത്രമേ ഉള്ളൂ. ഖമേനി ഉണ്ടെന്ന് പറയുന്നു, ഇല്ലെന്ന് പറയുന്നു, ഞങ്ങൾ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്താൻ ശ്രമിച്ചിരുന്നു എന്ന് പറയുന്നു. ഇതൊന്നും പറയുന്നില്ല. പക്ഷേ ഖമേനി അവിടെ തന്നെയുണ്ട്. ഇതിനിടയ്ക്ക് ഈ പറഞ്ഞോണം അവരുടെ മീറ്റിങ്ങും പല കാര്യങ്ങളൊക്കെ നടത്തി പല മാധ്യമങ്ങളും അവിടുത്തെ ഇറാൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും ഇതൊക്കെ ശരിയാണോ എന്നുള്ള ഒരു സംശയമാണ് ഇപ്പം ഈ കമൻറ്റുകളിലൊക്കെ നിറയുന്നത്. ഇറാനേക്കാൾ വ്യോമ മേധാവിത്വം ഇസ്രായേലിനാണെന്നും വ്യോമാക്രമണത്തിലൂടെ അവരുടെ ആണവ പദ്ധതികൾ തകർക്കാൻ ഒരു ബുദ്ധിമുട്ട് തങ്ങൾക്കില്ലെന്നും ഇദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇതിനുള്ള സമഗ്രമായ നയം തന്നെ ഇസ്രായേലിന് ഉണ്ടെന്നും കാറ്റ്സ് ഇതിനകത്ത് വ്യക്തമാക്കുന്നുണ്ട്. ഇറാൻ്റെ സമ്പുഷ്ടമായ യുറേനിയം മുഴുവൻ എവിടെയാണെന്ന് ഇസ്രായേലിന് അറിയില്ലെന്നും അമേരിക്കയും ആക്രമണത്തിൽ പങ്കുചേരുമെന്ന് അറിഞ്ഞത് കൊണ്ടാണ് പിന്നീട് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാത്തതെന്നും പ്രധാനമന്ത്രി വെളിപ്പെടുത്തിയിരിക്കുകയാണ്. അതായത് യുറേനിയത്തിൻ്റെ ഇത് എവിടെയാണ് എന്നുള്ളത് ഇസ്രായേലിന് അറിയില്ലെന്നും ഒരുപക്ഷെ അമേരിക്കയ്ക്ക് അത് വിട്ടുകൊടുത്തതുകൊണ്ട് അമേരിക്ക അത് ചെയ്തുകൊണ്ടാണ് ഞങ്ങളതിൽ പിന്നീട് ആക്രമണമൊന്നും അഴിച്ചുവിടാഞ്ഞത് എന്നുള്ളതാണ് ഇസ്രായേൽ പറയുന്നത്. അപ്പോൾ ഇസ്രായേൽ എന്തോ വലിയ ട്രംപ് പോയി അടിച്ചിട്ട് ട്രംപിനൊന്നും സാധിച്ചില്ല, ഞങ്ങളുടെ കുറ്റമല്ലേ, ഞങ്ങൾ വലിയ ഇതാണേ, ഞങ്ങൾ ഇത് ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ളൊരു തെളിവില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ അടിക്കാഞ്ഞത് എന്നൊക്കെയാണ് ഇസ്രായേൽ കാറ്റ്സ് ഇത്തരത്തിൽ വെളിപ്പെടുത്തുന്നത്. പക്ഷേ ഇറാൻ പറയുന്നത്, ഇറാൻ ഈ ഇത്തരത്തിലുള്ള ഫോർദോ ഉൾപ്പെടെയുള്ള 3 ആണവ നിലയങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതും അതിനുശേഷം അമേരിക്ക നടത്തുന്നതിനുമൊക്കെ മുമ്പ് തന്നെ ഇറാൻ്റെ യുറേനിയം സമ്പുഷ്ടീകരണമായിട്ടുള്ള പല ആണവ ആയുധങ്ങളും അല്ലെങ്കിൽ ആണവ ശേഖരങ്ങളും പല കാര്യങ്ങളും അതിന് വേണ്ടുന്ന മെറ്റീരിയൽസും ഒക്കെ അവർ അവിടെ നിന്ന് തന്നെ മാറ്റിയിരുന്നു. ഇറാൻ ഈ 3 ആണവ നിലയങ്ങൾ മാത്രമല്ല ഉള്ളത്, ഒരുപക്ഷെ ലോകമറിയാത്ത നിഗൂഢമായിട്ടുള്ള മറ്റെന്തൊക്കെയോ ഉണ്ട്. അതിലേക്ക് ഇറാൻ ഓൾറെഡി അതൊക്കെ മാറ്റിയിരുന്നു. അതുകൊണ്ട് തന്നെ വെറും ഈ പറഞ്ഞതുപോലെ ഭൂഗർഭ അറയിലേക്ക് അതേപോലെ തന്നെ ഈ മലമുകളിലേക്ക് അമേരിക്ക നടത്തിയ ഈ ഒരു മിസൈൽ B-2 ബോംബറുകൾ നടത്തിയ ഈ ഒരു ആക്രമണം വെറുതെ 50-60 മീറ്റർ ഉള്ളിലേക്ക് പതിച്ചു എന്നുള്ളതേ ഉള്ളൂ. 250, അതും 250 മീറ്ററിനകത്ത് ഉള്ള ഒരു ആണവ നിലയമാണ്. പക്ഷെ ക്ഷതം സംഭവിച്ചിരിക്കുന്ന 50 മീറ്ററിനേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ താഴെയാണ് ഇതെല്ലാം കൃത്യമായിട്ട് വെച്ചിരിക്കുന്നത്. എന്ത് തന്നെയായാലും അത് അവിടുന്ന് അതിന് മുമ്പ് തന്നെ മാറ്റി എന്നുള്ള വാർത്തകളൊക്കെയാണ് പല രഹസ്യാന്വേഷണ ഏജൻസികളും പുറത്തു വരുന്നത്. അവർക്ക് പിന്നെ ഈ ആണവ നിലയം തകർന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ അതിൽ എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ ഇതിനകം തന്നെ ആണവ വികിരണം സംഭവിച്ചേനെ. അതൊന്നും തന്നെ സംഭവിച്ചില്ല. കാരണം നമുക്കറിയാം, നമ്മുടെ പാകിസ്ഥാൻ കിർണോ കുന്നുകൾ ഇന്ത്യ വിക്ഷേപിച്ച ബ്രഹ്മോസിൻ്റെ
ക്ഷതം കാരണം അവസാനം അമേരിക്ക തന്നെ വന്ന് അത് നോക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്രയ്ക്ക് നല്ല ക്ഷതമാണ് ഒറ്റ ബ്രഹ്മോസിൽ അവിടെ പതിച്ചപ്പോൾ ഉണ്ടായത്. പക്ഷേ അമേരിക്കൻ മിസൈൽ ബോംബറുകൾക്കൊന്നും അവിടെ കുറച്ച് ഈ കുഴി ഉണ്ടാക്കി എന്നുള്ളതല്ലാതെ അവർക്ക് ഈ പറഞ്ഞതുപോലെ കൂടുതൽ ക്ഷതമുണ്ടാക്കാനൊന്നും സാധിച്ചില്ല. എന്ത് തന്നെയായാലും ഇറാൻ ഇതിനകത്ത് പ്രതികരിക്കുകയോ അല്ലെങ്കിൽ ഖമേനി ഇതിനകത്ത് പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. ഖമേനിയെ കൊല്ലാൻ തന്നെ പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ഒരുപക്ഷെ ഇവർക്ക് ആ വിവരങ്ങളൊന്നും കിട്ടാത്തത് കൊണ്ടായിരിക്കാം എന്നുള്ളതാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇത്തരത്തിൽ വെളിപ്പെടുത്തുന്നത്. ഖമേനിക്ക് ഇസ്രായേൽ വധശിക്ഷ തന്നെയാണ് വിധിച്ചിട്ടുള്ളതെന്നും ഏതോ അജ്ഞാത കേന്ദ്രത്തിലാണ് അദ്ദേഹം ഉള്ളതെന്നും എപ്പോൾ പുറത്തു വരുന്നു കണ്ടെത്തിയാൽ ഞങ്ങൾ ആ വധശിക്ഷ വിധിക്കുമെന്നുള്ളതൊക്കെയാണ് കാറ്റ്സ് സമ്മതിക്കുന്നത്. അതായത് ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗമായ മൊസാദ് ഖമേനിയെ കണ്ടെത്തുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതും അദ്ദേഹം പറയുന്നുണ്ട്. ഇസ്രായേൽ തന്നെ വധിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഖമേനി ഒളിവിൽ പോയതെന്നാണ് കാറ്റ്സ് ഇപ്പോൾ അവകാശപ്പെടുന്നത്. ഖമേനി സ്വന്തം സൈനിക കമാൻഡർമാർ പോലും ആയി ഇപ്പോൾ ഒരു തരത്തിലും ബന്ധമില്ലെന്നും കാറ്റ്സ് പറയുന്നു. അങ്ങനെയാണ് തങ്ങൾക്ക് ഖമേനിയെ പിടികൂടാൻ കഴിയാതെ പോയതെന്നും കാറ്റ്സ് ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ഇത്തരമൊരു നടപടിക്ക് ഇസ്രായേൽ അമേരിക്കയുടെ അനുമതി തേടിയിരുന്നോ എന്ന ചോദ്യത്തിന് ഇത്തരം കാര്യങ്ങൾക്ക് തങ്ങൾക്ക് അനുമതി ആവശ്യമില്ല എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഇസ്രായേൽ ഇറാൻ യുദ്ധം തുടരുന്ന സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖമേനിയെ വധിക്കുമെന്നുള്ളൊരു ഭീഷണി അന്ന് മുഴക്കിയിരുന്നു. അപ്പം ഇപ്പം അമേരിക്ക ഇതിനകത്ത് ഇടപെട്ടോ എന്നുള്ളൊരു ചോദ്യത്തിന്, അല്ലെങ്കിൽ അമേരിക്കയുടെ അനുമതി തേടിയിരുന്നു എന്നൊരു ചോദ്യത്തിന് ഇസ്രായേൽ പറയുന്നത് ഞങ്ങൾക്കങ്ങനെ മറ്റൊരു രാജ്യത്തിന് അനുമതിയുടെ ഒന്നും ആവശ്യമില്ല. അതുപോലെ തന്നെ ഈ ആണവ നിലയത്തിലേക്കുള്ള അവരുടെ ആക്രമണം അമേരിക്ക അത് നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറിയെന്ന് അമേരിക്കയ്ക്ക് ഒരു കൊട്ടും കൂടെയാണ് ഇപ്പോൾ ഇസ്രായേൽ കൊടുക്കുന്നത്. അത് ട്രംപിനുള്ളൊരു കൊട്ടാണ്. കാരണം ആവശ്യമുള്ളതിനും ഇല്ലാത്തതിനുമൊക്കെ ട്വീറ്റ് ചെയ്ത് എടുത്തടിച്ചുള്ള ഒരു നിയന്ത്രണവും ഇല്ലാത്ത അദ്ദേഹത്തിൻ്റെ സ്വഭാവം തന്നെയാണ് പക്ഷേ രാജ്യങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് വിലയില്ലാണ്ടായി പോയതെന്ന് കൂടി ഈ സന്ദർഭത്തിൽ പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും എവിടെയാണ് ഖമേനി ഉള്ളതെന്ന് ഇപ്പോൾ നിലവിൽ അറിയാമെന്നാണ് അന്ന് ട്രംപ് പറഞ്ഞത്. ട്രംപ് അന്ന് പറഞ്ഞത് ഖമേനിയെ വധിക്കാനൊക്കെ ഞങ്ങൾക്ക് നിസ്സാര കാര്യമാണ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. എന്തായാലും രണ്ട് കൂട്ടരങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഖമേനി ഏത് താവളത്തിലാണെന്ന് പോലും അറിയില്ല. കാരണം പക്ഷേ ഈ ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ട് ഇറാനിൽ കുറേ ചാരന്മാരെയും ചാര സംഘടനകളെയൊക്കെ ഇസ്രായേലിൻ്റെ ചാരന്മാരെയൊക്കെ പിടികൂടിയിരുന്നു, കുറേ പേരെ കൊന്നിരുന്നു. ഇനിയും ഇസ്രായേലിൻ്റെ കൂടുതലും ചാര സംഘടനകളും ചാര വൃത്തി ചെയ്യുന്നവരും ഒക്കെ ഇറാനിലുണ്ട്. അമേരിക്കയ്ക്കും ഇത്തരത്തിലുള്ള അമേരിക്കയുടെ കുറേ സ്പൈ വർക്കുകൾ ചെയ്യുന്നവർ ഇറാനിലുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കും ഖമേനി സ്വന്തം സൈന്യത്തോട് പോലും പറയാതെ, അല്ലെങ്കിൽ കൂടെ ഉള്ളവരോടും പറയാതെ, അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് മാത്രം അറിയാവുന്ന ഏതോ ഒരു താവളത്തിലേക്ക് അദ്ദേഹം മാറിയത്. ഏതായാലും ഇപ്പോൾ ഭരണമാറ്റം ഇറാനിൽ അനിവാര്യമല്ലെന്ന് ട്രംപ് ഇടയ്ക്ക് അഭിപ്രായപ്പെട്ടിരുന്നു. കാരണം തൽക്കാലത്തേക്ക് ഖമേനിയെ കൊല്ലണ്ട എന്നൊരു തീരുമാനം എടുക്കുകയായിരുന്നെന്നും അതുകൊണ്ട് ഭരണമാറ്റം അവിടെ അനിവാര്യമല്ലെന്നും അദ്ദേഹം ട്രംപ് ഇടയ്ക്ക് പറഞ്ഞിരുന്നു. എന്നാൽ യുദ്ധസമയത്ത് ഖമേനിയെ കൊല്ലുന്നതിനെ കുറിച്ച് കാറ്റ്സ് പലതവണ നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഖമേനിയ ആധുനിക ഹിറ്റ്ലർ എന്നും അദ്ദേഹം അന്ന് കളിയാക്കിയിരുന്നു. ഭരണമാറ്റത്തേക്കാൾ ഇറാൻ ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുന്നതിനാണ് തങ്ങൾ മുൻഗണന നൽകിയിരുന്നതെന്നാണ് കാറ്റ്സ് ഇപ്പോൾ പറയുന്നത്. ഭരണമാറ്റത്തെക്കാളും ഭരണത്തെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ്. ഏതായാലും വെടിനിർത്തലത്തിൻ്റെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഖമേനിയെ വധിക്കുക എന്ന മുൻ തീരുമാനം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഇതിൻ്റെ കൂട്ടത്തിൽ ഇസ്രായേൽ പ്രതിരോധ മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഹിസ്ബുള്ള തലവനായിരുന്ന ഹസൻ നസറുള്ള ബങ്കറിനുള്ളിൽ കൊല്ലപ്പെട്ടത് ഒരു വിധി ഖമേനിയും കാത്തിരിക്കുന്നു എന്ന ഒരു സൂചന കൂടി ഇപ്പോൾ പ്രതിരോധ മന്ത്രി നൽകുന്നുണ്ട്. എന്തായാലും ഖമേനിയെ കൊല്ലാൻ വേണ്ടി ട്രംപും ഇസ്രായേലും കൂടി ആലോചിച്ചിരുന്നു. പക്ഷെ അത് നടക്കാതെ പോയി. അവരെ 3 ആണവ നിലയങ്ങളിൽ അവർ ഇത്തരത്തിലുള്ള ബോംബുകൾ നിർമ്മിച്ചു. അതും അത്രത്തോളം ഇറാനെ നിലംപരിശാക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ൻ്റെ യുദ്ധ ഉപകരണങ്ങൾ ഒരുപക്ഷെ രാജ്യങ്ങളൊക്കെ കാണുന്നതിലും അധികം വികസിപ്പിച്ചു എന്നുള്ളതാണ് ഇസ്രായേലിന് കൊടുത്ത പല തിരിച്ചടിയിലും കാണാൻ പറ്റിയത്. ഒരുപക്ഷെ ട്രംപിനും ഇറാനും മനസ്സിലായ ചില കാര്യങ്ങളുണ്ട്.
ഇവരോട് പിടിച്ചു നിന്നാൽ വേണമെങ്കിൽ മറ്റുള്ള രാജ്യങ്ങൾ, റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ കൂട്ടിച്ചേർന്നാൽ ഒരു പക്ഷേ രണ്ട് കൂട്ടർക്കും, അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒരുപോലെ തന്നെ കേടുപാടുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടായിരിക്കാം ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ട് വെടിനിർത്തൽ കരാറിലെത്തിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ വന്നതുകൊണ്ട് ഇനി തൽക്കാലം ഖമേനിയെ വധിക്കുന്നില്ല എന്നുള്ളൊരു സൂചനയാണ്. എന്തു തന്നെയായാലും ഇപ്പോൾ ഒരു സൂചന മാത്രമാണ്. എന്തായാലും ഖമേനിയെ നോട്ടമിട്ടിട്ടുണ്ട് എന്നാണ് ഇതിനർത്ഥം. എന്തായാലും ഖമേനി പിടികൊടുക്കാതെ തന്നെ ഇരിക്കട്ടെ. ഏതായാലും തൽക്കാലം ഇറാനും ഇസ്രായേലും പശ്ചിമേഷ്യയൊക്കെ മൊത്തത്തിൽ ഒരു സമാധാന അന്തരീക്ഷമാണ്. ഈ സമാധാന അന്തരീക്ഷം എത്രനാൾ നിലകൊള്ളും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു.